പോയാ എന്തിനാ വന്ന് അനാമതി അതാ അല്ലെങ്കിൽ പറയണേ ധൈര്യമായിട്ടുണ്ട് പഴമൊക്കെ കഴിക്കണം. നീ എടു തേങ്ങയൊക്കെ ഇരിക്കും എടു. Yes. Hello. Good morning. Good morning. Good morning, ma'am. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ ക്ലാസ്സുകളുടെ ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ രീതിയിൽ നമുക്കൊന്ന് എക്സ്ട്രാ ക്ലാസ് വാങ്ങിക്കേണ്ടി പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മള് ജോബ് സാറിന്റെ ക്ലാസ് ഒന്ന് താൽക്കാലികമായി കടം വാങ്ങിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു പോർഷൻ തീർക്കാൻ പറ്റുന്നത്രയും തീർക്കാനാണ്. അതുകൊണ്ടാണ് ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അതിനെ കുറിച്ച് കൂടുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് സമയമൊന്നും കളയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ മനസ്സിലായില്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഒന്നും ആയിരുന്നില്ലല്ലോ. എന്തൊക്കെയാ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്?
നമ്മളെ ട്രെയിനിങ്ങിന്റെ ടെക്നിക്സുകൾ പഠിച്ചു അല്ലെ, ഏതൊക്കെ രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് തന്നെ 2 രീതിയിലാണ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, അതിനെ ഇൻസ്ട്രക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അതിനകത്ത് വരുന്ന മറ്റൊന്നാണ് അപ്രന്റീസ്ഷിപ്പ്. അവിടെ ഇതുപോലെ തന്നെ ഒരു ആക്ച്വൽ ടൂറിസം വെച്ച് ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്നതോടൊപ്പം ഒരു സ്മോൾ എന്താ പറയാ വേജസ്, ഒരു സ്മോൾ പേയ്മെന്റ് കൂടി അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ആ ജോലി ചെയ്യുന്നതോടൊപ്പം ഒരു ലോ വേജസ്, ഒരു ലോ എമൗണ്ട് ഓഫ് വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഫിക്സഡ് പീരീഡിലേക്ക് 6 മാസത്തേക്കാകാം, അല്ലെങ്കിൽ 1 വർഷത്തേക്കാകാം, അങ്ങനെയൊക്കെ. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ജോബ്, ജോലിയെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന്റെ കുറെ രീതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. പെർഫോമൻസ് അപ്രൈസൽ, ഓരോ എംപ്ലോയീസും എന്ത് ജോലി ചെയ്യുന്നു, അതിനെ എത്ര രീതിയിലാണ്, എന്താണ് അവരുടെ പെർഫോമൻസ്, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ നിലവാരത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ടോ, ആ നിലവാരം എന്താണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ നിലവാരം എന്താണെന്ന് അവരെ പെർഫോം ചെയ്ത് നോക്കുന്നു. ആ പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരെ അപ്രൈസ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എബവ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ റിവാർഡുകൾ, പുകഴ്ത്തുകളായിട്ടോ കാശായിട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതല്ല ഇല്ലെങ്കിൽ ചില ആളുകളുടെ പെർഫോമൻസ് കാണുമ്പോൾ ചിലപ്പോൾ ചില കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടി വരും. ചില എന്താ പറയാ അവരുടെ ജോലി ഒന്നുകൂടി പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില കറക്ഷൻ മെത്തേഡ്സ് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് വേണ്ടി വരും അല്ലെ. പിന്നെ നമ്മൾ പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഇൻഡിവിജ്വൽസിനെ, അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ പേഴ്സുവേഡ് ചെയ്യാൻ, വർക്കേഴ്സിനെ പേഴ്സുവേഡ് ചെയ്യാൻ ആൻഡ് ടു മേക്ക് ദെയർ പെർഫോമൻസ് പ്രൊഡക്റ്റീവ്, അവരുടെ പെർഫോമൻസുകളെ പ്രൊഡക്റ്റീവ് ആക്കാൻ, ഉൽപാദനക്ഷമമായ രീതിയിലേക്ക് അവരുടെ പെർഫോമൻസുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെർസുവേഷൻ കൊടുക്കുക, അത് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് വിളിക്കുക. മോട്ടിവേഷന്റെ പ്രധാനപ്പെട്ട ടെക്നിക്സ്, മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് മോട്ടിവേഷൻസ് കൊടുക്കുന്നത് എംപ്ലോയീസിന്, അതായത് മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സ് ആണ് മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് 2 രീതിയിലാണ്. ഫിനാൻഷ്യൽ മെത്തേഡ്സും ഉണ്ട്, മോട്ടിവേഷൻസും ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസും ഉണ്ട്. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫിനാൻഷ്യൽ റിവാർഡുകളായിരിക്കും അവർക്ക് കൊടുക്കുക, ബോണസ് ആയിട്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട്, അതുപോലെ തന്നെ എന്താ പറയാ അവർക്ക് ലീവ് വിത്ത് പേ, ലീവ് എടുത്താലും പേയ്മെന്റ് കൊടുക്കുന്നു, അങ്ങനെ. പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബില്ലിന്റെ ഒരു എമൗണ്ട്, ഇതൊക്കെ വിറ്റ് കൊടുക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന, അതൊക്കെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് വെച്ചു, എംപ്ലോയീസ് കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആകും. അപ്പൊ അവരുടെ മൊത്തത്തിൽ അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് അവർ ആ ഓർഗനൈസേഷന് വേണ്ടി കാഴ്ചവെക്കാൻ അന്നേരം ശ്രമിക്കും, ട്രൈ ചെയ്യും. അതാണ് പ്രത്യേകത. മോട്ടിവേഷൻ കൊണ്ട് അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. ഇനി ഫിനാൻഷ്യൽ അല്ലാത്ത രീതിയിൽ മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതാ വേർഡുകൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, അവരെ പുകഴ്ത്തുക, അവരുടെ എന്താ പറയാ അവരുടെ എന്താ പറയാ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് വേണ്ട അർഹിക്കുന്ന ഒരു ബഹുമാനവും അതുപോലെ തന്നെ അവരുടെ പുകഴ്ത്തലുകളൊക്കെ എല്ലാ എംപ്ലോയീസും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലെ, ചെയ്യുന്ന പെർഫോമൻസിന് അവർക്ക് ഒരു അപ്രൈസൽസ് കൊടുക്കുക, അവരുടെ പ്രസ്റ്റീജിനെ മാനിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവരുടെ അന്തസ്സ്, ഓരോ ആളുകൾക്കും അവരുടേതായ അന്തസ്സും ഇതൊക്കെ ഉണ്ട്. അപ്പൊ കിട്ടേണ്ടത് കിട്ടണം. എംപ്ലോയീസ് ആയിക്കോട്ടെ, ജോലിക്കാരോട് നമ്മളിങ്ങനെ മനസ്സിൽ പിടിച്ച് നിൽക്കണം എന്ന് നമ്മളൊന്നും ചിന്തിച്ചാൽ കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും നടപ്പിലാകില്ല അല്ലെ. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മില് എന്താ പറയാ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഒരു എന്തുണ്ടായിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ. എന്നാൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകുള്ളൂ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ. പിന്നെ എന്താ പറഞ്ഞത് നമ്മള് സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്. അത് നമുക്കറിയാം, നമ്മളുടെ മാനേജ്മെന്റ് ഓരോ എംപ്ലോയീസിന്റെയും സ്റ്റാറ്റസിനെ വിലമതിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഡിസ്റ്റിങ്ഷൻസ്, എന്തെങ്കിലുമൊക്കെ തരത്തില് ചില ആളുകളുടെ പെർഫോമൻസ് കാണുമ്പോൾ ആ പെർഫോമൻസുകൾ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണെങ്കിൽ അവർക്ക് കുറച്ച് ഡിസ്റ്റിങ്ഷൻ മീൻസ് ഒരു വേർതിരിയല് എന്ന് വെച്ചാൽ മറ്റ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത ചില ആനുകൂല്യങ്ങൾ. ചിലപ്പോൾ അവരുടെ ഫ്ലോറൊക്കെ ഒന്ന് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയ രീതിയിൽ എന്താ പറയാ വല്ല കാർപ്പറ്റോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് ഒക്കെ ഉള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുകിയിരിക്കുമ്പോൾ കസേര കസേര കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ മോളിലൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുക, ഇതൊക്കെ. പിന്നെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൊടുക്കുക,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ കോമ്പറ്റീഷൻസ് സാധാരണ നമ്മുടെ ഓർഗനൈസേഷൻസിൽ പല എംപ്ലോയീസ് തമ്മിൽ പരസ്പരം അങ്ങോട്ട് മത്സരത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും നമുക്ക് വിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈഗോ നമുക്ക് കീപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എംപ്ലോയീസിന് അതനുസരിച്ച് ജോലി ചെയ്യാം. ഓക്കെ, അത് അവരെ അതിനുള്ള മോട്ടിവേഷൻസ് അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന് കുറച്ച് എന്താ പറയാ ഒരു അധികാരം, ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു അധികാരം കൊടുക്കുക. അതൊരു ടാസ്ക് പോലെ അവരെ കൊണ്ട് അവരെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തോളണം. നിങ്ങൾക്ക് മറ്റേ എംപ്ലോയീസിനായിട്ട് അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അങ്ങനെ ഒരു അധികാരം, ഒരു ലീഡർ എന്നതുപോലെ, അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷനിൽ ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ കൂടി, അതായത് അങ്ങനെയുള്ള വ്യക്തികൾ, അതായത് അവരുടെ മോട്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആരെയാണോ നമുക്ക് മോട്ടിവേറ്റഡ് ആക്കണ്ടേ അവരാ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളെ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് അവരുടെ കൂടി ഐഡിയാസ്, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ അവരുടെ മനസ്സിലൊരു ചിന്ത വരും, ഓ മറ്റുള്ളവരെ വിളിച്ചില്ല, എന്നെയാണ് വിളിച്ചത്, സോ ഐ ബിക്കം മോട്ടിവേറ്റഡ്. എന്ത് ചെയ്യും, എനിക്ക് അതൊരു പ്രചോദനമാണ്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ് ഇത്തരം എന്താ പറയാ കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് കിട്ടുന്നത്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് വൺ ജോബ് എൻലാർജ്മെന്റ് ആണ്. ജോബ് എൻലാർജ്മെന്റ് വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ കൊടുക്കുക. അതായത് നിലവിലുള്ള ആ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഹൈ ഓർഡർ ആയിട്ടുള്ള, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്, ചില ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അയ്യോ നീ അത് ചെയ്യണ്ട, അവരത് ചെയ്താൽ ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ആവില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പിലുണ്ട്, എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്ന ജോലികളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ, കുറച്ചുകൂടി ടാസ്ക് കൂടുതലുള്ള, കുറച്ച് ഹൈ ഓർഡർ ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്തരം വർക്കേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവർക്ക് ആ ജോലി കൊടുത്തില്ല, കണ്ടോ ആ ജോലി എന്നെയാണ് ഏൽപ്പിച്ചത്, സോ അത് ഞാൻ പെർഫെക്റ്റ് ആയി ചെയ്യുന്നത് തോന്നിയതുകൊണ്ട് എനിക്ക് ആ ജോലി തന്നെ, മനസ്സിലായോ, മറ്റവർക്ക് കൊടുത്തില്ല. അപ്പൊ ആ ആൾ ഡീമോട്ടിവേറ്റഡ് ആകും. അതിനെയാണ് നമ്മള് ജോബ് എൻലാർജ്മെന്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ്. ജോബിന്റെ കോംപ്ലിക്കേഷൻ വർദ്ധിപ്പിക്കുക, ഉണ്ടായിരുന്ന ജോലി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കുക. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ പല വർക്കേഴ്സിന്റെ ഹയർ നീഡ്സ്, ചിലപ്പോൾ ആൾക്ക് അത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അത്തരം എൻലാർജ്മെന്റുകൾ ജോബിൽ കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ. അതായത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒന്നും അധികം എന്ത് ചെയ്തില്ല, മാറുന്നില്ല, പക്ഷെ അതൊരു ഹൊറിസോണ്ടൽ ആയിട്ട് ആ ചെയ്യുന്ന ഉത്തരവാദിത്തം തന്നെ, പക്ഷെ കുറച്ചുകൂടി കട്ടിയായ ടാസ്ക് ആണ് കൊടുക്കുന്നതെന്ന് മാത്രം. മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെ, പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ഹയർ ഓർഡർ ആയിട്ടുള്ള രീതിയിലുള്ള ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജോബ് എൻലാർജ്മെന്റ് എന്ന് വിളിക്കുക. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എന്താണ് ജോബ് എൻലാർജ്മെന്റ്? ഇനി വരുന്ന 3 അല്ല 4 എണ്ണവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണെന്നറിയോ? ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, റീഎൻഫോഴ്സ്മെന്റ്. അതിലേക്ക് ആദ്യത്തെ സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇതിലെയും ജോബ് എൻലാർജ്മെന്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ് കേട്ടോ, വിത്ത് എ വ്യൂ ടു അപ്പീലിംഗ് ടു ദ ഹയർ ഓർഡർ നീഡ്സ് ഓഫ് വർക്കേഴ്സ്. ജോലിക്കാരുടെ, അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ഹൈ ഓർഡർ നീഡ്സ് എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്ന ഒരു രീതി. ദാറ്റ്സ് കോൾഡ് ജോബ് എൻലാർജ്മെന്റ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? ആദ്യത്തെ സെന്റൻസ് അന്ന് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ ആണ്. ജോബ് റൊട്ടേഷൻ ഇതെന്ന് പറയുന്നത് ഒരു എംപ്ലോയറെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റിയാണ്. എന്തിനാണെന്നറിയോ? ടു റെഡ്യൂസ് മൊണോട്ടണി ആൻഡ് ബോർഡം. എന്താ അത്? കുറച്ച് മടുപ്പും അല്ലെങ്കിൽ ഇച്ചിരി ബോർഡറിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ സ്ഥിരമായിട്ട് ഒരേ ജോലി ഇപ്പൊ എല്ലാ ദിവസവും വന്നിരുന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നു. ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും അല്ലെ, എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇതിനായി പഠിപ്പിക്കുന്ന കാര്യം പറയണേ, നമ്മൾ രാവിലെ വീട്ടിലിരുന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഇല്ലേ, ഇത് തന്നെയല്ലേ എല്ലാ ദിവസവും ചെയ്യണേ. വൈകുന്നേരം വരെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. രാവിലെ എഴുന്നേറ്റാ കുറെ ഭക്ഷണം ഉണ്ടാക്കണം, തുണി കഴുകണം, ഇതൊന്നും എല്ലാ ദിവസം ചെയ്യുന്നത് മടുക്കും, ബോറടി അല്ലെ. അങ്ങനെ ഓർഗനൈസേഷനിൽ അത്തരം മടുപ്പുകള് ബോറടികളൊക്കെ ചില എംപ്ലോയീസിന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള മടുപ്പിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി, അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ആ മടുപ്പൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ജോബ് ആ പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി മാറി ഒരു ജോബായിട്ട് കൊടുക്കുന്നു. അത് ബോർഡം മൊണോട്ടണിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് റൊട്ടേഷൻ. ആ സെന്റൻസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അണ്ടർലൈൻ ചെയ്യാം.
ഇങ്ങനെ ജോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു മേഖലയും പുതിയ പുതിയ സ്കില്ലും നോളജൊക്കെ നേടാനും പറ്റും എംപ്ലോയീസിന്. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വന്നിരുന്ന് പഠിപ്പിക്കുകയാണല്ലോ. അപ്പൊ നമുക്കൊരു ബോറടി. അപ്പൊ എന്ത് ചെയ്യാം, മാനേജ്മെന്റ് തീരുമാനിക്കുക ആളുടെ ഒരു മൊണോട്ടണി ബോർഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്ക് ഇന്നത്തെ ജോലി ഇതിന് പകരം വേറെ കൊടുക്കുന്നു. ഇനി ഒരു മാസം ഈ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റുകയാണ്. സോ അപ്പൊ നമുക്ക് ആ ഒരു സ്കില്ല് ആ ഒരു നോളജ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ജോബ് റൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത് ടു റെഡ്യൂസ് മൊണോട്ടണി ആൻഡ് ബോർഡർ. ഈ എംപ്ലോയീസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥിരമായി ചെയ്യുന്ന എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ജോലികൾ തന്നെ ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന മടുക്കുകളും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജോബ് റൊട്ടേഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ഇൻക്രീസസ് ദി സ്കിൽ ആൻഡ് നോളജ് ഓഫ് ദി എംപ്ലോയി. അവർ ചെയ്യുന്ന ആ ജോലിയിലേക്ക് വ്യത്യസ്തമായ ജോലി ചെയ്യുമ്പോൾ അതിലും അറിവും സ്കില്ലും ഒക്കെ വർദ്ധിക്കും. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണെന്ന് എല്ലാം ഒന്നുമല്ല, എല്ലാം വ്യത്യസ്തമാണ്. മറ്റേതിൽ നമ്മൾ പറഞ്ഞത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞത് കോംപ്ലിക്കേഷൻ ജോബാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? കോംപ്ലിക്കേഷൻ അവരോട് ഓർത്താൽ മതി. ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ് ആണ്. രണ്ടാമത്തേത് ജോബ് റൊട്ടേഷനിൽ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ടു റെഡ്യൂസ് മൊണോട്ടണി ആൻഡ് ബോർഡർ. അതാണ് രണ്ടാമത്തെ. ക്ലിയർ ആണല്ലോ? ആണെങ്കിൽ വേഗം വേഗം പറയാം. നെക്സ്റ്റ് വൺ ജോബ് എൻറിച്ച്മെന്റ് ആണ്. ഇവിടെ വരെ മനസ്സിലായോ? രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, ഇപ്പത്തെ റിയാക്ഷൻ ഉണ്ടല്ലോ മക്കളെ, കാണാൻ പറ്റില്ല. ഇപ്പത്തെ ആരും ഒന്നും പറയുന്നില്ല. ഈ വശത്ത് അത് ടൈപ്പ് ചെയ്യുന്നവരുടെ വരണം. അപ്പുറത്തെ റിയാക്ഷൻസ് തമ്മിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് മനസ്സിലാവും. ഓക്കെ, ജോബ് എൻറിച്ച്മെന്റ് ആണ്. ഇതും ഒരു തരം എന്താ പറയാ ചേഞ്ചിങ് ആണ് ഫോർ ഇംപ്രൂവിങ്. അതായത് ഒരു ജോബ് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യുന്നത്, അതായത് കുറച്ചുകൂടി ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടി, വർക്കേഴ്സിനെ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആക്കാൻ വേണ്ടി ഒരു ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് ഓഫ് എ ജോബ്. കൊടുത്തിരിക്കുന്ന ജോലി ഒന്നുകൂടി ഇംപ്രൂവ്ഡ് ആക്കി അല്ലെങ്കിൽ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ പോലെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇന്ന് വെർട്ടിക്കൽ ആണ്, ഹൊറിസോണ്ടൽ അല്ല. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ, മറ്റേതിൽ പറഞ്ഞില്ലേ നേരെയുള്ള ഒരു മാറ്റമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ മാറ്റി വെക്കുന്നു. അത്തരം മാറ്റമല്ല, ഇവിടെ ഒരു വെർട്ടിക്കൽ ആണ്. ഇവിടെ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറിയ ഒരു ജോലി, നമ്മൾ കുറച്ച് അധികാരം അതുപോലെ റെസ്പോൺസിബിലിറ്റി ഒക്കെ മാറുന്ന രീതിയിലുള്ള ജോലിയാണ് കൊടുക്കുക. അതിനെയാണ് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി. അതിനെയാണ് നമ്മൾ ജോബ് എൻറിച്ച്മെന്റ്. എൻലാർജ്മെന്റ് ഇങ്ങനെ നിൽക്കും ഇലാസ്റ്റിക് പോലെ. എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന പൊക്കത്തിലേക്കാണ് കേട്ടോ നീളുന്നത്. അത് ഓർക്കുക. ഇനി ഇതൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയും കുറച്ച് ഗ്രേറ്റസ്റ്റ് റെക്കഗ്നീഷൻ കൊടുക്കാൻ വേണ്ടി, കുറച്ചുകൂടി വലിയൊരു അംഗീകാരം പ്രൊവൈഡ് ചെയ്യാൻ, കുറച്ച് അവരുടെ ഗ്രോത്ത് ഇൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു മോട്ടീവിന് വേണ്ടി, അങ്ങനെയുള്ള ലക്ഷ്യം എന്താ പറയുക ഉദ്ദേശിച്ചുകൊണ്ടാണ് എംപ്ലോയീസിന് അങ്ങനെ ഒരു വെർട്ടിക്കൽ ചേഞ്ചിങ്, ഇംപ്രൂവിങ് അവരുടെ ജോലികളിൽ കൊടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? സംടൈംസ് എവറി എംപ്ലോയി has a chance to become a manager. ഓരോ എംപ്ലോയീസിനും ഒരു മാനേജർ വരെ എത്തിച്ചേരാനുള്ള ചാൻസുകളുണ്ട്. ഏതില്? ജോബ് എൻറിച്ച്മെന്റില്. അതാണ് പ്രത്യേകത. ജോബ് എൻറിച്ച്മെന്റ് മറ്റൊരു പ്രത്യേകതയാണ്. ഈവൻ എനി എംപ്ലോയീസ്, ഏതെങ്കിലും ഒരു എംപ്ലോയീസിന് they can turn into a manager, ഒരു മാനേജർ ആയിട്ട് പോലും മാറാനുള്ള സാധ്യതകളുണ്ട്. അതാണ്. അപ്പൊ അവരുടെ റോള്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ അതോറിറ്റി ഒക്കെ മാറ്റി അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് അവർക്ക് കുറച്ചുകൂടി വെർട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ് അവർക്ക് ആ ഒരു ജോലിയിൽ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ജോബ് എൻറിച്ച്മെന്റ്. അതില് അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ആകെ 4 സെന്റൻസ് ഉള്ളൂ. ആ 4 സെന്റൻസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ദ ഗോൾ ഓഫ് ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ടു മേക്ക് വർക്ക് മോർ. ജോലി കൂടുന്നു, അതോടൊപ്പം തന്നെ ടേൺ എവറി എംപ്ലോയി ടു എ മാനേജർ. ഓരോ എംപ്ലോയീസും നമുക്ക് മാനേജർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്
job enrichment. 4 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, 3 എണ്ണമാണ് ജോബുമായി ബന്ധപ്പെട്ടത്. 3 തമ്മില് ക്ലാഷ് ആകരുത്. 3 കാര്യങ്ങളാണ് പറയുന്നത്. അത് നന്നായിട്ട് പഠിച്ചിരിക്കാം. നെക്സ്റ്റ് വൺ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇത് ഒരു പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ആണ്. എന്നുവെച്ചാൽ മോട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ശക്തമായ ഒരു ടൂൾ ആണ് റീഇൻഫോഴ്സ്മെന്റ്. ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിൾസിൽ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഈ 2 പ്രിൻസിപ്പിൾ? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ടൂൾ ആണ് കേട്ടോ, പവർഫുൾ ടൂൾ ആണ്. അണ്ടർലൈൻ ചെയ്യണം. പവർഫുൾ ടൂൾ ഫോർ മോട്ടിവേഷൻ ഈസ് കോൾഡ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം റിവാർഡ് കൊടുക്കലൊക്കെയാണ്. അത് ആ പ്രിൻസിപ്പിളിൽ പറയേണ്ടത്. നോക്കിയാൽ നിങ്ങള് അതില് ഒന്നാമത്തേത്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു, ഏതെങ്കിലും എംപ്ലോയീസ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നു. ആ റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എന്താകാം? ആ റീഇൻഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും, ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകും. അതെന്താ? റീഇൻഫോഴ്സ് കിട്ടിയ റീഇൻഫോഴ്സ്മെന്റ് ചെയ്ത ആ ഒരു എംപ്ലോയി ചിലപ്പോൾ അവൻ കൂടുതൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ തുടങ്ങും, അല്ലെ? അവന്റെ പണ്ടത്തെ ഉണ്ടായിരുന്ന ആ രീതിയൊക്കെ മാറി അവൻ കുറച്ചുകൂടി ജോലിയിൽ കോൺസെൻട്രേറ്റഡ് ആയി നല്ല പ്രൊഡക്റ്റീവ് പെർഫോമൻസ് ആൾ ഇന്ന് കിട്ടി. അതാണ് പോസിറ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ റീഇൻഫോഴ്സ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ എംപ്ലോയി പണ്ടത്തെ ചങ്ങരം ചെലുത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ആ ഒരു വെറുതെ നമ്മൾ വെറുതെ ആൾക്ക് വേണ്ടി സമയം കളഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ആളെ ഉദ്ധരിച്ചു കൊണ്ടുവരാനൊക്കെ നോക്കി. പക്ഷെ എന്ത് ചെയ്യുന്നു? ആള് പഴയ രീതിയിൽ തന്നെ, ആ പെർഫോമൻസ് പഴയപടി തന്നെ. ദർ ഇസ് നോ ചേഞ്ച്. അതിന്റെ പെർഫോമൻസിൽ യാതൊരു രീതിയിലുള്ള മാറ്റവും ഉണ്ടായില്ല. അതൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് വിളിക്കാം. അപ്പൊ 2 റിസൾട്ട് ആണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റിനുള്ളത്. ഇറ്റ് മേ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പ്രിൻസിപ്പിൾസ് ചുരുക്കി പറയുന്നുണ്ടോ എന്താണ് പോസിറ്റീവ്? അപ്പൊ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് മോട്ടിവേഷൻ അല്ലെ ഈ റീഇൻഫോഴ്സ് ചെയ്തു, എന്താ പറയാ, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യിപ്പിച്ചു ഒക്കെ ചെയ്തു. അതിന് ചിലപ്പോൾ ചില റിവാർഡുകളൊക്കെ തന്നു. അപ്പൊ എന്ത് ചെയ്യും? എന്നെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് അനുസരിച്ച് എന്ത് ചെയ്തു? നല്ല രീതിയിലുള്ള പെർഫോമൻസ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി നല്ല രീതിയിൽ ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഞാൻ എന്തായി? പോസിറ്റീവ് റിസൾട്ട് ആണ് ഓർഗനൈസേഷന് വേണ്ടി കൊടുത്തത്. ഈ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അത്തരം എംപ്ലോയീസിന് ക്യാൻ ബി ഗിവൺ റിവാർഡ്സ്. അവർക്ക് പ്രതിഫലങ്ങൾ അതനുസരിച്ച് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ റിസൾട്ട് ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ എംപ്ലോയിക്ക് നമുക്ക് എന്ത് ചെയ്യാം? റിവാർഡ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. എന്ത് ചെയ്യാം? ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴൊക്കെയാണോ എംപ്ലോയീസ് ഡള്ളായി നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ, അവരിൽ നിന്ന് കിട്ടുന്ന ഉത്പാദനം കുറവാണെന്നൊക്കെ തോന്നുന്ന സമയത്ത് റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യാം? നമ്മുടെ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാം. അത് എംപ്ലോയീസിന്റെ ഇതനുസരിച്ച് മാനേജ്മെന്റ് ക്യാൻ ഡിസൈഡ് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതേസമയം നെഗറ്റീവായി പോയി വിചാരിക്കുക, എംപ്ലോയീസിൽ യാതൊരു മാറ്റവും വരുന്നില്ല, അവരങ്ങനെ തന്നെ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് നോട്ട് ബി റിപ്പീറ്റഡ്. എന്തിനാ വെറുതെ സമയം കളഞ്ഞ് ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുക. മനസ്സിലായോ? അപ്പൊ റിവാർഡുകൾ കൊടുക്കുകയും വേണ്ട. അങ്ങനെ ആ ടെസ്റ്റുകൾ, അത്തരം റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ റിവാർഡ് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ആ ഒരു ടെസ്റ്റ് നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം. ആൻഡ് ദ റിസൾട്ട് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഇതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ആ ഒരു ടെസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. മനസ്സിലായോ? ആ 2 പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചാൽ മതി. ആ 2 പ്രിൻസിപ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. റീഇൻഫോഴ്സ്മെന്റിന്റെ ഫസ്റ്റ് സെന്റൻസും 2 പ്രിൻസിപ്പിളും ക്ലിയർ ആയോ? 2 പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലാത്തവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ആവശ്യമില്ല നമുക്ക്. അത് നന്നായി പ്രവർത്തിപ്പിക്കണം. എന്നാലും മാത്രമേ ടെസ്റ്റുകൾ കൊണ്ട് റിവാർഡുകളൊക്കെ കൊടുത്ത് അവരെ ഇതാക്കാൻ പറ്റുള്ളൂ. അതിന് ആവശ്യമില്ല. സി എന്ന് പറയുന്നത് പോയിന്റ് അല്ല കേട്ടോ. 2 പ്രിൻസിപ്പിളിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ടൂൾ ആണ്. ആ ടൂൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 2 പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ്. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇഫ് ദ റിസൾട്ട് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിന് റിവാർഡുകളും കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ ടെസ്റ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം അതല്ല എങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? അതിന്റെ റിസൾട്ട് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ വലിയ കാര്യമായ പെർഫോമൻസിൽ മാറ്റം
അധികം എംപ്ലോയീസിൽ ഉണ്ടായില്ല. അവരങ്ങനെയൊക്കെ തന്നെ ജോലി ചെയ്യുന്നു എന്നതാണെങ്കിൽ അത്തരം ടച്ചുകൾ വീണ്ടും അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റിവാർഡുകളും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു നോൺ മോട്ടിവേഷണൽ ഒരു ടെക്നിക്കാണ്, സോറി നോൺ ഫിനാൻഷ്യൽ ടെക്നിക്കാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വാളിറ്റി ഓഫ് വർക്കിനാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പുതിയ എൻട്രൻസുകൾ, അതായത് പുതിയതായിട്ട് കോഴ്സുകളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് കൂടുതൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർക്ക് എന്താ പറയുക ജോലി കൊടുക്കുക, അവരുടെ കയ്യിൽ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത്തരം യങ് എൻട്രൻസിന് they may have many ideas, അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പുതിയ ജോലിയിലേക്ക് ഇത്തരം ആളുകളെ ഉൾപ്പെടുത്തുക. അപ്പൊ എന്താ പറയാ, അതൊരു എന്താ പറയാ അങ്ങനെയുള്ളവർക്ക് അവസരം കൊടുത്തു കഴിയുമ്പോൾ അതൊരു മറ്റൊരു രീതിയിലുള്ള മോട്ടിവേഷൻ ആണ്. അപ്പൊ ക്വാളിറ്റി ഓഫ് വർക്ക്, ആളുകളുടെ ക്വാളിറ്റി, അവരുടെ ലൈഫ് ക്വാളിറ്റി ഒക്കെ നോക്കി അത്തരം ആളുകൾക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് അത് ഒരു തരം നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് അവസരം കൊടുക്കുക. മറ്റ് ക്വാളിഫിക്കേഷൻസ് ഒന്നും നോക്കിയിട്ട് കാര്യമാണ്. പുതിയ എൻട്രൻസുകൾ, പുതിയ യങ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ദേ ഹാവ് മെനി ഐഡിയാസ്, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരുപാട് ആശയങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ വേണ്ടി ഉപയോഗിക്കാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ആ ഒരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഓക്കെ, ഇനി മറ്റൊരു മോട്ടിവേഷൻ ആണ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. എന്ത് ചെയ്യാം, അതായത് എംപ്ലോയി ക്യാൻ ചൂസ് ദെയർ ഓൺ ടൈം, എപ്പോ വർക്ക് ചെയ്യാൻ പറ്റും ആ ഒരു സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതി കൊടുക്കുക എംപ്ലോയീസിന്. എന്നിട്ട് എപ്പോഴാണ് അത് ജോലി ചെയ്യാനായിട്ട് വരാൻ പറ്റുക. ഓക്കെ, അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇതൊരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പൊ അവര് ഓർഗനൈസേഷൻ പറയാണ് ഇതാണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷെ ഇഫ് എനി എംപ്ലോയി ഹാവ് സം സജഷൻസ് they cannot work at that time, ആ ഒരു സമയത്ത് അവർക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം ഇത് പറ്റില്ല. അപ്പൊ ഓർഗനൈസേഷൻ അതിനു വേണ്ടി ഒന്ന് ലൂസ് ആയി കൊടുത്താണ്. എന്ത്, നിനക്ക് ഇഷ്ടമുള്ള സമയം നീ തെരഞ്ഞെടുക്കുക, എപ്പോ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു മോട്ടിവേഷൻ ആക്കാണ്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് അങ്ങനെ ഒരു സമയം അല്ലെങ്കിൽ ഒരു സൗകര്യം, ഒരു ഫെസിലിറ്റി ഓർഗനൈസേഷൻ ഒരുക്കി തന്നില്ലേ, സോ ഇറ്റ്സ് എ മോട്ടിവേഷൻ. അതും ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ ആണ്. ക്ലിയർ ആയോ? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അണ്ടർലൈൻ ചെയ്തേക്കണം ആ ഒരു പോയിന്റുകൾ. എല്ലാ പോയിന്റുകളുടെ പേര്, അതായത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷന്റെ എക്സാമ്പിൾസ് ഏതോടെങ്കിലും നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞു അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, delegation of authority, participation, job enlargement, job rotation, job enrichment, പിന്നെ reinforcement, പിന്നെ quality of work life and flexible working hours. ഇത്രയും flexible working hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the employees can choose their time in which they can work. അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തിരഞ്ഞെടുക്കും. കാരണം ഞാൻ ഇപ്പൊ പറയുന്നത് മനസ്സിലാവും. അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിച്ചപ്പോൾ, ഇവിടുത്തെ മാനേജ്മെന്റ് നമ്മളെ സമീപിച്ചപ്പോ എന്നെ തന്നെയാണ്. ഞാനപ്പോ എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ട്യൂഷൻ സെന്റർ തന്നെ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെയും എന്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, അത് നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയാൻ പറ്റുന്നതല്ല. സോ അപ്പൊ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തു, എനിക്ക് ഈ എന്താ പറയാ കൃത്യം 10 മണിക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല, നിങ്ങളുടെ സമയത്തിന്റെ ഒരു രീതി കൊണ്ട് നമ്മൾ നോക്കണം. അപ്പൊ 10 മണിക്ക് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല. മീൻസ് അതായത് സ്കൂളൊക്കെ തൊട്ടടുത്തുള്ള സ്കൂള് ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ വീടും അതിന്റെയൊക്കെ അടുത്തായതുകൊണ്ട് എനിക്ക് ഒരു 9:45 കഴിയുമ്പോഴേക്കും കുട്ടികളെ വിട്ടാറുണ്ട്. വരുന്ന ട്യൂഷൻസിന് വരുന്ന 10-ലും 9-ലും ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങോട്ട് വിട്ടാൽ മതി, കാരണം അവര് നേരെ അങ്ങോട്ട് പോകുന്നവരാണ്. അപ്പൊ ഓരോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ 1.5 hours ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഓരോ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കാം. കറക്റ്റ് 10 o'clock ചിലപ്പോൾ നമുക്കിവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ട് 5 മിനിറ്റ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു ഇത് ടൈമാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതൊരു 10:30. ഓക്കെ, ഞാൻ 10:30 വരാം. ഓക്കെ, അങ്ങനെ ഒരു സജഷൻ അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് 10:30 ഉള്ള ക്ലാസ്സുകളൊക്കെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു. സോ അപ്പൊ നമ്മുടെ സമയത്തിന് അനുയോജ്യമായ രീതിയിൽ ഓർഗനൈസേഷൻ നമുക്ക് അങ്ങനെ ഒരു എന്ത് ചെയ്തു, ഒരു സൗകര്യം, ഒരു ഫെസിലിറ്റി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. അത് ഇവിടെ മോട്ടിവേഷൻ തന്നെയാണ്. അപ്പൊ പറ്റില്ല ടീച്ചർ, ഇത് സമയത്താണ് ക്ലാസ്, അതുകൊണ്ട് പറ്റില്ല, ഓക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോകും.
അതേസമയം നമുക്ക് അങ്ങനെ ഒരു സൗകര്യം കൂടി നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്കതിലും പ്രത്യേക രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും? ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്. അത് തന്നെ, അത്രേ ഉള്ളൂ. സോ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് എന്താ പറയാ ഒരു ടോപ്പിക്കാണ് എംപ്ലോയി മൊറൈൽ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീവാൻസ് കൂടി ഉണ്ട് കേട്ടോ. അതുള്ളൂ. ഇനി അത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഏകദേശം കൺക്ലൂഡ് ചെയ്യും. എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞാൽ മൊറൈൽ എന്ന വാക്ക് എന്ന് വെച്ചാൽ എന്താണ് മൊറൈൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഫീലിംഗ്. മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സാധനം, ഒരു ഫീലിങ്സ് ആണ്. enthusiasm, zeal, confidence in individuals. മനുഷ്യന്മാരില് ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തരുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വളരെ ഉത്സാഹത്തോടെ അല്ലെ, enthusiastic ഉത്സാഹത്തോടെ വളരെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ശക്തമായ ഉത്സാഹത്തോടെയാണ്. അതായത് അതിന്റെ മറ്റൊരു വേർഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് തരുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെ, അതിനെയാണ് മൊറൈൽ എന്ന് വിളിക്കുക. അപ്പൊ എംപ്ലോയി മൊറൈൽ എന്തായിരിക്കും? നമ്മൾക്ക് വരുന്ന ജോലി നമ്മൾ കൃത്യതയോടെ, വളരെ വിശ്വാസത്തോടെ, വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ ഉത്സാഹത്തോടെ, വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുക. ആ ഒരു ഫീലിംഗ്, ആ ഫീലിംഗോടുകൂടി ചെയ്യുക, പ്രവർത്തിക്കുക. ദാറ്റ്സ് കോൾഡ് എംപ്ലോയി മൊറൈൽ. അതാണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. സീൽ തന്നെയാണ്. ZEAL അത് തന്നെയാണ് കേട്ടോ, വേറെ മാറിയിട്ടൊന്നുമില്ല. സീൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മോർ എന്താ പറയാ ഗ്രേറ്റ് ഇൻതൂസിയാസം, വളരെ അതിശക്തമായ ഉത്സാഹമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സീൽ തന്നെയാണ് വാക്ക്. ഓക്കെ, റിയൽ അല്ല. അപ്പൊ അത്രയും ഉത്സാഹത്തോടെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ടാസ്കുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ആ ഒരു ഫീലിംഗ് അല്ലാണ്ട് ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടേ, ഒരു താല്പര്യമില്ലാത്ത മട്ടത്തിൽ ഇത് ചെയ്യുന്നതിന് എംപ്ലോയി മൊറൈൽ എന്ന് വിളിക്കില്ല. അപ്പൊ മൊറൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മെന്റൽ കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ്. മനുഷ്യന്മാരുടെ ഓരോ മനോഭാവമാണ് അല്ലെ. ചില ആളുകൾ അത് വളരെ ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ടാസ്കുകൾ അവർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും അല്ലെ, ആ ഒരു നല്ല മനോഭാവത്തോടെ. എനിക്ക് ആ ചെയ്യേണ്ടത് എന്റെ ജോലിയുടെ ഭാഗമാണ്, അപ്പൊ ഞാനത് വളരെ കൃത്യതയോടെ കോൺഫിഡന്റ് ആയിട്ട് അതുപോലെ തന്നെ വളരെ ഉത്സാഹത്തോടെ ചെയ്യണം. അല്ലാതെ ആരുടെയെങ്കിലും ഫോഴ്സിൽ ഉന്തി തള്ളിയിട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യരുത്. ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യണം അല്ലെ, ഇഷ്ടപ്പെട്ട് ചെയ്യണം ഒരു ജോലി, അല്ലാതെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കാര്യമാണ്. കേട്ടറിയാതെ അല്ലെ, നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യണം. അതാണ് പെർഫെക്റ്റ് ആകുക. അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവിടെ പെർഫെക്റ്റ്നെസിന്റെ കുറവുണ്ടായിരിക്കും. മാത്രമല്ല വെറുതെ അതിന്റെ സേവനം ലഭിച്ച ആൾക്കാരും എന്താ പറയാ അതിനെ ഒരു നല്ല ഒരു എന്താ പറയാ റിവ്യൂ കൊടുക്കില്ല. കാരണം എന്തൊക്കെയോ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി എന്തൊക്കെയായിരിക്കും അവരുടെ മൈൻഡിലുണ്ടാകുക. അപ്പൊ നമ്മൾ വളരെ ആ ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ഫീലിംഗിനെയാണ് നമ്മൾ മൊറൈൽ എന്ന് വിളിക്കുക. അങ്ങനെ എംപ്ലോയീസിനുണ്ട്. അപ്പൊ നമ്മൾ എംപ്ലോയീസ് ആണ് അത് കൂടുതലും പ്രകടമാക്കേണ്ടത്. എങ്ങനെ ഒരു ഗുഡ് മൊറൈൽ ആയിട്ടുള്ള എംപ്ലോയി ആയിട്ട് തീരുക. ഗുഡ് മൊറൈൽ. അപ്പൊ ഗുഡ് മൊറൈൽ മേക്സ് ദ എംപ്ലോയി മോർ enthusiastic. നല്ല രീതിയിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ കൂടുതൽ ഉത്സാഹത്തോടെ വളരെ എന്താ പറയാ വോളണ്ടറി കൺഫോമൻസ് വോളണ്ടറി പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അവർ ചെയ്യും. മറ്റേതോ കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ നീ ചെയ്ത പറ്റുമെന്നുള്ള നിർബന്ധത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പാടില്ല. സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ അത് ചെയ്തുകൊണ്ടാക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദ റെഗുലേഷൻസ് ആൻഡ് ഓർഡേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ പല നിയമങ്ങൾക്കും ഇതൊക്കെ വിധേയമായി മറ്റുള്ളവരോട് കോപ്പറേറ്റ് ചെയ്ത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉത്സാഹത്തോടെയുള്ള ഈ എംപ്ലോയീസിന്റെ പെരുമാറ്റം, അതാണ് ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. മൊറൈൽ എന്ന് പറയുന്ന ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. മൊറൈൽ മീൻസ് എ ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or groups that will enable them to handle the task allotted to them. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പ്സ് ആയിട്ടോ ഇൻഡിവിജ്വൽസോ ആയിട്ടോ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഉത്സാഹത്തോടെ, അതിയായ ഉത്സാഹത്തോടെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ്, അതിനെയാണ് നമ്മൾ മൊറൈൽ എന്ന് വിളിക്കുക. വോളണ്ടറി കൺഫോർമൻസ് മീൻസ് വോളണ്ടറി പെർഫോമൻസ്. സ്വന്തമായിട്ട് ചെയ്യും. വോളണ്ടറി മീൻസ് എന്താ? സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്, കമ്പൽഷൻ ഇല്ലാതെ. കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ തള്ളി ഫോഴ്സ് ചെയ്ത് കമ്പൽ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടത്തിന് ചെയ്യാറില്ലേ? ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ തള്ളിയിട്ടേ ചെയ്യുള്ളൂ. അത് തന്നെ സ്വന്തമായി ചെയ്യുക. അതല്ലേ കേട്ടോ. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഗുഡ് മൊറൈൽ എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഗുഡ് മൊറൈൽ ഈസ് എവിഡൻസ്ഡ് ബൈ എംപ്ലോയി enthusiasm, voluntary conformance with the regulations and orders. അത്ര മതി കേട്ടോ. with the regulations and orders അവിടെ വരെ മതി ഗുഡ് മൊറൈലിന്. ഓക്കെ,
ക്ലിയർ അല്ലേ അവിടെ വരെ? ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആണ് എംപ്ലോയി കൺഫോമൻസ് എന്ന് പറഞ്ഞ പെർഫോമൻസിന്റെ മറ്റൊരു വേർഡാണ്. പെർഫോമൻസ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പെർഫോമൻസ്, എംപ്ലോയിയുടെ പെർഫോമൻസ്. എംപ്ലോയി ഗ്രീവൻസ് ആണ് കേട്ടോ. എന്താണ് ഗ്രീവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതികളാണ് അല്ലെ. ഇനി എങ്ങനെ ഓർഗനൈസേഷനിൽ പരാതികൾ ഉണ്ടാകുമോ? ഓർഗനൈസേഷനിൽ പരാതികൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ആരൊക്കെ തമ്മിൽ ഉണ്ടാകും പരാതികൾ? എംപ്ലോയീസിന് ആയിരിക്കും കൂടുതൽ പരാതികൾ ഉണ്ടാകുക. എന്തിന്റെ പേരിൽ? ആരുടെ പേരിലായിരിക്കാം? ആരുടെ എഗെയിൻസ്റ്റ് ആയിരിക്കാം പരാതികൾ ഉണ്ടാകുക? മാനേജ്മെന്റിന്റെ. ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായിട്ട് എംപ്ലോയീസിന് എന്തായാലും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് എത്ര നല്ല ഓർഗനൈസേഷൻസ് ആണെങ്കിലും എന്തുണ്ടാകും? കുഞ്ഞുതോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള പല പരാതികളും പരിഭവങ്ങളും ഉണ്ടായിരിക്കും. ഈ കളക്റ്റീവായിട്ടുള്ള ഇത്തരം പരാതികളെയും പരിഭവങ്ങളെയൊക്കെയാണ് നമ്മളിവിടെ ഗ്രീവൻസ് എന്ന് വിളിക്കുക. അപ്പൊ അത് ഈ ഗ്രീവൻസുകൾ ഇറ്റ് മേ എഫക്ട് വൺ ഓർ മോർ വർക്കേഴ്സ്. ചിലപ്പോൾ ഒരാളെ മാത്രം ബാധിക്കുന്ന ഗ്രീവൻസ് പരാതികളായിരിക്കാം, ചിലപ്പോൾ ഒന്നിന് കൂടുതൽ എംപ്ലോയീസിനെ ബാധിക്കുന്ന പരാതികളായിരിക്കാം, ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും ബാധിക്കുന്ന പരാതികളായിരിക്കാം. വട്ടവർ ഇറ്റ് മേ ബി, അത് പരാതികളാണ്. അപ്പൊ പല കാര്യങ്ങളെ കുറിച്ച് പരാതികൾ അവർക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോ സാലറി കൊടുക്കാന്ന് പറഞ്ഞ സാലറി കൊടുത്തില്ല, അപ്പൊ പരാതികൾ എല്ലാവരുടെ ഇടയിൽ കയറും. പിന്നെ വർക്ക് ലോഡ്, അതെ, ഇത് കൊടുക്കുന്ന ജോലി ഇന്നതൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ ഇതൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നതിനേക്കാള് 2030 പണി നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അത് ഒരു പരാതിയായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിക്കുന്നതായിരിക്കാം. 10 മണിക്കൂർ പണിയെടുക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും കൂടി കൂട്ടായി ചേർന്ന് പരാതികൾ ഉന്നയിക്കും. പരാതികളൊക്കെ എന്താണ് ഏത് ഓർഗനൈസേഷനിലും ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഈ പരാതികളൊക്കെ ഗ്രീവൻസുകൾ വലിയ വലിയ തരത്തിലേക്ക് അതിങ്ങനെ പോകും. ചിലപ്പോൾ ഔട്ട്പുട്ടിന്റെ വർക്കിനെ സംബന്ധിച്ചോ ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ മാനേജ്മെന്റ്. ഇത്തരം പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യണ്ടേ? അത് വെറുതെ അവിടെ കിടന്ന് ഇതിനേക്കാൾ നല്ലത് ഇതാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം? മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയും കാര്യമില്ല, കാരണം അതവിടെ കിടന്ന് കറങ്ങുള്ളൂ. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ ഇത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അല്ലെ? വേണ്ടതാണെങ്കിൽ ആ പരാതി അവരുടെ ഉള്ള പരാതികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് അത്തരം പരാതികൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഓർഗനൈസേഷൻ ഉദ്ദേശിച്ചേക്കണ ആ ലക്ഷ്യം പ്രാപ്തമാക്കാൻ, സക്സസ് ആക്കാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ എന്ത് പറ്റും? ഈ പരാതികൾ ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കും. എംപ്ലോയീസ് അവരുടേതായ ജോലിയിൽ ഒന്നിലും വലിയ താല്പര്യം കാണിക്കില്ല. ചിലടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓക്കെ ശരിയാണ്, പക്ഷെ അങ്ങനെ കിടന്ന് കളിക്കും. അങ്ങനെ കളിച്ച് കഴിയുമ്പോ എംപ്ലോയീസ് വലിയ താല്പര്യം കാണിക്കില്ല. ഇനി വേണോ വേണ്ടെന്ന് വെച്ചൊക്കെ ജോലി ചെയ്യുള്ളൂ. കാരണം എന്താ? ഇവർക്കുള്ള അത്തരം പരാതികളൊന്നും ആരും മാനേജ്മെന്റ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ നടക്കും. അപ്പൊ ഓർഗനൈസേഷൻ വിചാരിച്ച രീതിയിൽ അവരുടെ ലക്ഷ്യം നേടാനോ സക്സസിലേക്ക് വിജയത്തിലേക്ക് എത്താനോ പറ്റില്ല. എംപ്ലോയീസിനെ ചേർത്ത് നിർത്തി അവർക്ക് പ്രശ്നങ്ങളും പരാതികളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി മുന്നേറുമ്പോഴാണ് ഓർഗനൈസേഷന്റെ സക്സസ് ഉണ്ടാകുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രീവൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിട്ടൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് എന്താ പറയാ ഫെയർ അല്ലാത്ത നമുക്ക് നല്ല രീതിയിലല്ലാത്ത പല രീതിയിലും ആളുകളെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്തി കൊടുക്കാതിരിക്കുക, അത്തരം പരാതികളെ കുറിച്ച് എംപ്ലോയീസ് കൂട്ടായിട്ടോ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാണ്. റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കി മാനേജ്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക കേട്ടോ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. A grievance is a written complaint filed by an employee and claiming unfair treatment. അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. എംപ്ലോയി ഗ്രീവിയൻസ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇനി എന്തൊക്കെയാണ് വർക്കേഴ്സിന്റെ ഗ്രീവൻസ് എന്തിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരിക്കാം? കാരണങ്ങൾ എന്താണ്? ഇവരുടെ പരാതികൾക്കുള്ള കാരണങ്ങൾ, ഗ്രീവൻസിന്റെ കോസസ് ആണ് ഇനി അതിനകത്ത് പറയുന്നത്. അതൊക്കെ എന്താണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം? വേജസിനെ സംബന്ധിക്കുന്നത്. സൂപ്പർവിഷൻ, ചിലർക്ക് അത് ഇഷ്ടമല്ല. എപ്പോഴും നോക്കണേ, നമ്മള് ജോലി ചെയ്യില്ലേ അല്ലെ? സൂപ്പർവിഷൻ. ചില ആൾക്കാർ പറയും, ഇത് നമ്മളിവിടെ ഇതൊക്കെ ഒന്നും ചെയ്യണ്ട്, അവരൊന്നും പറഞ്ഞു നോക്കോ അന്വേഷിക്കൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയും ഉണ്ടാവും പരാതി ഇല്ലേ? സൂപ്പർവിഷനെ സംബന്ധിച്ച്
അധികമായാലും അത് പരാതിയാകാം, വന്ന് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും പരാതിയാകാം. മാനേജ്മെന്റ് വന്നില്ല, അന്വേഷിക്കുന്നില്ല, സൂപ്പർവൈസ് ചെയ്യുന്നില്ല, നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ, അങ്ങനെയൊക്കെ ഒന്ന് സൂപ്പർവൈഷനെ സംബന്ധിക്കുന്ന രീതിയിലും ആളുകൾക്ക് പരാതികൾ എംപ്ലോയീസിൽ ഉണ്ടാകാം. ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, പിന്നെന്താ വ്യക്തിപരമായിട്ടുള്ള ഒരു പുരോഗമനം ആരും ആഗ്രഹിക്കും. ഒരു ഓർഗനൈസേഷനിൽ വന്ന കാലം തുടങ്ങി ഈ പൊസിഷനിൽ തന്നെയാ, നമുക്ക് യാതൊരു തരത്തിലുള്ള കയറ്റമില്ല, അല്ലെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഒരു ബഹുമതിയോ അല്ലെങ്കിൽ ബഹുമാനോ അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ചില കാര്യങ്ങളൊന്നും ഓർഗനൈസേഷൻ കിട്ടുന്നില്ല. വന്നപ്പോ തുടങ്ങി എങ്ങനെ നിൽക്കുന്നോ ഇപ്പോഴും അതേ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. അത് എല്ലാവർക്കും പല രീതിയിലുള്ള പരാതികളും ഉളവാക്കും. അപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ ഏത് പൊസിഷനിൽ ജോലി ചെയ്താലും ഐ നീഡ് സം അഡ്വാൻസ്മെന്റ്, എനിക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെ, നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ട് വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ കിട്ടണം. അത് ഇല്ലാതാകുമ്പോഴും എംപ്ലോയീസിന് പരാതികൾ ഉണ്ടാകാം. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മുടെ ജോലി ചെയ്യുന്ന ചുറ്റുപാട് അത് എന്താ പറയാ വളരെ ഫേവറബിൾ ആയിരിക്കണം എംപ്ലോയീസിന് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു വാഷ്റൂം സൗകര്യങ്ങള്, ഇപ്പൊ ചൂട് എടുക്കുമ്പോൾ ഫാൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ചില വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും കോട്ടം തട്ടിക്കഴിഞ്ഞാലും പരാതികൾ ഉണ്ടാകും. പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്, ഒരുമിച്ച് പല ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നമ്മുടെ സാലറിയോ വേജസോ വർക്കിംഗ് അവേഴ്സോ വർക്കിലോടോ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ബാർഗൈനിങ്, ഇതെല്ലാം ഗ്രീവൻസിന്റെ കാരണങ്ങളാണ്. അപ്പൊ ഗ്രീവൻസിന്റെ കാരണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അതൊന്ന് ചെയ്തെക്കാൻ ചെന്നോ കേട്ടോ. ഇനി ഈ ഗ്രീവൻസുകളൊക്കെ ഷുഡ് ബി ഹാൻഡിൽഡ് വിത്ത് കെയർ. അതെന്ത് ചെയ്യണം, വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കി എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കണം അല്ലെ. അങ്ങനെയാണ് അങ്ങനെ ഗ്രീവൻസുകൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക്, അതിന് വിളിക്കുന്ന പേരാണ് ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി എന്നാണ് വിളിക്കുക. ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി, അതായത് ഗ്രീവൻസുകളെ പരിഹരിക്കാനുള്ള ഒരു മെഷീനറി, ഒരു എക്യുപ്മെന്റ്. അത് നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓൾ ദ പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ്. എന്ത് ചെയ്യും, എല്ലാ പരാതികളും പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ലേബറും മാനേജ്മെന്റ് തമ്മിൽ വിൽ ബി ഇൻ ഗുഡ് റിലേഷൻ. അവരെ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം താറുമാറാകും. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ. When the grievance redressal machinery works effectively, നല്ല രീതിയിൽ ഗ്രീവൻസ് റീഡ്രസൽ മെഷീനറി വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഇറ്റ് റിസോൾവ്സ് മോസ്റ്റ് ഓഫ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റും ലേബറും തമ്മിലുള്ള പല തർക്കങ്ങളും അതുകൊണ്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നാണ്. ക്ലിയർ ആണോ, മനസ്സിലായില്ലേ? Yes, that was the end of the part. അപ്പൊ അതായിരുന്നു നമ്മളുടെ ചാപ്റ്ററിന്റെ അവസാനം. ഏതാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വായിച്ചു നോക്കിയാൽ എളുപ്പം മനസ്സിലാകാവുന്ന കാര്യമാണ്. ചില ഭാഗത്തുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് എംപ്ലോയീസ് റിലേറ്റഡ് ആയതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് മനസ്സിലാകും. കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി നമ്മൾ എന്താ പറയാ ഇങ്ങനെ വൈകാട്ട് പോലെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ആ രണ്ട് രീതിയിലാണെങ്കിലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലെയും അതുപോലെ തന്നെ അറിയാലോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് മെറ്റീരിയൽസ് ആണോ അത് ഉപയോഗിച്ച് നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പോവുകയാണ് ആൻഡ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് നമ്മളുടെ ഫോർത്ത് മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണ്. ഫോർത്ത് മൊഡ്യൂളിൽ ആദ്യം തന്നെ കിടക്കുന്ന ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഞാൻ ഇവിടെ പറഞ്ഞു ഇതൊന്ന് തീർക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ് സാറിന്റെ ഒരു അവർ ഞാൻ മേടിച്ചത് വേണ്ടിയിട്ടാണ്. ഇത് തന്നെയല്ല, വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല കേട്ടോ മെഡിക്കൽ ഇൻഷുറൻസ്. ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ അറിയാം, ഇൻഷുറൻസിനെ കുറിച്ച് അറിയാമെന്നല്ല, എല്ലാവരും ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസിന് ഉടമകളായിരിക്കാം ഇല്ലേ, ശരിയല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസിന് ഉടമകളാണ് നമ്മൾ എല്ലാവരും തന്നെ. ഇൻഷുറൻസ് ഹോൾഡേഴ്സ് ആണ്, പല രീതിയിലുള്ള ഇൻഷുറൻസ് ആണ്. മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് അതിന് ഇൻഷുറൻസ് ഉണ്ട്. എന്നിട്ട് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോ വാങ്ങിക്കുന്ന മൊബൈൽ ഫോണുകൾ വരെ ഇൻഷുർഡ് ആക്കിയിട്ട് അവർ തരണം. ഇൻഷുറൻസ് കൂടി എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. ആ ഫോണിന് ഇങ്ങനെ പറ്റിയാൽ അങ്ങനെ പറ്റിയാലൊക്കെ നമ്മൾ അതിന്റെ എന്താ പറയാ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ചെയ്തു തരും ഫ്രീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒരു എമൗണ്ട് എന്താ പറയാ മൊബൈൽ ഫോണുകളൊക്കെ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ലേ, ഉണ്ടോ? നിങ്ങളുടെ അവിടേക്ക് ഉണ്ടോ? ഞങ്ങളുടെ അവിടേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടോ? ഉറങ്ങിപ്പോകണം കേട്ടോ ആരും. ഹലോ, വീണ്ടും കൈയും കാലൊന്നും കാണുന്നില്ലല്ലോ.
യെസ്, ഓക്കെ, 10 വന്നിട്ടുണ്ട്. ഓക്കെ ട്ടോ. അപ്പൊ എന്താണ് അതുപോലെയുള്ള ഇൻഷുറൻസുകളുണ്ട്. പിന്നെന്താ ലൈഫ് ഇൻഷുറൻസ്. നമ്മുടെ ലൈഫിനെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലൊക്കെ ജോയിൻ ചെയ്താൽ ഇത്ര ഇയറിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലാവധി, ഒരു മെച്യൂരിറ്റി ടൈം ഒക്കെ പറയും. അതിലേക്ക് നമ്മൾ ഇത്ര രൂപ സം അഷ്വേർഡ്, ഇത്ര രൂപയ്ക്ക് ഉറപ്പ് തരുന്നു. നമുക്ക് 1 ലക്ഷം രൂപ 5 വർഷം കഴിയുമ്പോൾ 1 വർഷം രൂപ, അല്ല 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്താ പറയാ 20 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പോളിസീസ് ഒക്കെ ഇന്നുണ്ട് കേട്ടോ. ഒരുപാട് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നമ്മൾ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതികൾ ഇഷ്ടംപോലെയുണ്ട്. ഇങ്ങനെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്ന് എന്തിനു വേണ്ടിയിട്ടാ, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് എനി ഇൻഷുറൻസ്? ഇത്തരം ഇൻഷുറൻസുകളിലൊക്കെ നമ്മൾ പോയി തലവെച്ച് കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഇത്? നമ്മൾ ചില പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയില് ജോലി ചെയ്യുന്ന ആരെങ്കിലും വരുന്നതാണ് പറയും. പണ്ട് കുറച്ച് നാളുകളൊക്കെ മുമ്പൊക്കെ എന്താണെന്നറിയോ, ഇൻഷുറൻസ് ചേർക്കുന്ന ആളുകളെ LIC-ക്കാരെക്കാൾ ഓടി പറയും. എന്താണെന്നറിയോ, അവർ വന്നിട്ട് നമ്മളെ ഇൻഷുറൻസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടല്ല ഓടി മാറട്ടെ, അല്ലെങ്കിൽ അവർ വന്നിട്ട് ഒരു പോളിസി എടുക്കുമോ എന്ന് ചോദിച്ച് നമ്മളുടെ പിന്നാലെ എന്താണെന്നറിയോ, ഇപ്പൊ ഒരു ഓടിന്ന് നമ്മളെ വീടുകളിലൊന്നും പറ്റില്ല. പകരം നമ്മൾ അവരെയാണ് സമീപിക്കണം. വൈ? ബിക്കോസ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് അത്ര സേഫ്റ്റി അല്ല. അതെ, നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇന്ന് ആളുകൾ പല രീതിയിലുള്ള ഇൻഷുറൻസ്, നമ്മൾ വിളിക്കുന്ന വാഹനങ്ങൾ അത് ഇൻഷുർ ചെയ്യുന്നു. നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇടയ്ക്ക് വെച്ച് രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി ആശുപത്രി കിടന്ന് കുറച്ചധികം ദിവസം കിടന്ന് അവിടുത്തെ ബില്ല് കാണുമ്പോൾ നമ്മുടെ രോഗം മാറി നമ്മൾ എഴുന്നേറ്റ് വന്നാൽ വീണ്ടും അവിടെ തന്നെ വീട് പോകും. അത്തരം വലിയ ബില്ലുകളൊക്കെ കാണുമ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളുടെ അത്തരം ഫിനാൻഷ്യൽ ലോസസ്, എന്താണ് സാമ്പത്തിക നഷ്ടങ്ങളെയൊക്കെ ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി അത്തരം നഷ്ടസാധ്യതകൾ, നഷ്ടങ്ങളൊക്കെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ അവർ പറയണേ. 5 ദിവസം കിടക്കുമ്പോഴേക്കും ലക്ഷത്തിന്റെ കണക്കുള്ള ബില്ലായിരിക്കും വരിക. ഇത് കണ്ട് നമ്മുടെ ബോധം ഉള്ളതുകൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരം പോളിസീസും ഇന്ന് അവൈലബിൾ ആണ്. അത്തരം ഇൻഷുറൻസുകളെ സംബന്ധിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. നോട്ട് ഓഫ് എനി അതർ ലൈഫ് ഇൻഷുറൻസ് ഓർ ജനറൽ ഇൻഷുറൻസ്. മറ്റു തരത്തിലുള്ള ഇൻഷുറൻസ് ഒന്നുമല്ല കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒന്നുമല്ല. നമ്മളിവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങളും അത് ഏതൊക്കെ പദ്ധതികളുണ്ടെന്ന് വളരെ വിശദമായിട്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. സോ നമുക്ക് നോക്കാം എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാറുള്ളത്, വിച്ച് ഈസ് കോസ്ഡ് ബൈ സം ആക്സിഡന്റ്സ് ഓർ ഡിസീസസ്. എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വന്നു, അതിന് നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ്, എന്താ പറയാ, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. അത്തരം അതിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. നമുക്ക് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ടേമുകൾ പഠിക്കണം കേട്ടോ. ചില ടേമുകൾ, അതിലൊന്നാമത്തെ ടേമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. സോ വാട്ട് ഈസ് ഹെൽത്ത് ഇൻഷുറൻസ്? ഓരോ ടേമും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. Health insurance means your medical expenses caused by diseases and accidents. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അപകടങ്ങൾ കൊണ്ടോ ഉണ്ടാകാവുന്ന മെഡിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ഇനി ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കുറച്ച് ടേമുകളുണ്ട്. നിങ്ങളുടെ ടോട്ടൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോന്നൊന്നും നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നണേ. ഇനി ആരാണ് ഈ പറയുന്ന ഇൻഷുറൻസുമായിട്ട്, ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇതില് ബന്ധപ്പെട്ടിരിക്കുന്ന 2 പാർട്ടീസ് ഉണ്ട്, 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാ പറയാമോ? ഒന്ന് ഇൻഷുവേർഡും മറ്റൊന്ന് ഇൻഷുറർ. ആരൊക്കെയാ? ഇൻഷുവേർഡ് ആൻഡ് ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ടേംസ് ആണ്. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന്. രണ്ടാമത് പഠിക്കുന്നു there are 2 parties to have insurance. ഏത് ഇൻഷുറൻസ് നോക്കിയാലും, ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആയിക്കോട്ടെ, മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമല്ല, 2 പാർട്ടീസ്, 2 ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ആയിരിക്കാം ഇൻഷുവേർഡും ഇൻഷുററും. Who is insured? Who is insurer? Insured ആരാണ്? The person who gets the compensation if some loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടം പരിഹരിച്ച് കിട്ടുന്നതാണ്. മനസ്സിലായോ? പരിഹരിച്ച് കിട്ടുന്നതാണ് ആളായിരിക്കും ആര്? ഇൻഷുർഡ്. ഇപ്പൊ ഉദാഹരണം, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയിൽ ഞാൻ ചേർന്നിരിക്കുകയാണ്.
ഏതെങ്കിലും ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഒരു പദ്ധതി. ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ 10 കാശ് കിട്ടട്ടെ, അവരുടെ ബില്ലിന്റെ എമൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതാണ്. അപ്പൊ അതിന് മുഴുവൻ കാശ് അവിടെ എത്രയുണ്ടോ അത് മുഴുവൻ കിട്ടുന്നത് കൊണ്ട് അതിന്റെ രീതിക്ക് അനുസരിച്ച് അപ്പൊ അത് എത്രയെങ്കിലും കുറച്ചെങ്കിലും നമുക്കൊരു ആശ്വാസം അല്ലെ, ഒരു ഇൻഡെമിനിറ്റി അല്ലെ, ഒരു നഷ്ടപരിഹാരം എന്നതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം മെഡിക്കൽ ഇൻഷുറൻസുകളൊക്കെ എടുക്കുക. അപ്പൊ അതിന് ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. ആ ഇൻഷുറൻസ് എടുത്തിരിക്കുമ്പോൾ എനിക്കാണ് എന്ത് ചെയ്യുക, എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ആക്സിഡന്റ് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നഷ്ടത്തിന്റെ പരിഹാരം കിട്ടണേ. പേഴ്സൺ ഹു ഗെറ്റ്സ് കോമ്പൻസേറ്റഡ്, ഏത് വ്യക്തിക്കാണോ ആ നഷ്ടപരിഹാരം കിട്ടുന്നത് ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാനാണ് ഇൻഷുർഡ്, മനസ്സിലായോ? ആൻഡ് the insurance company who agrees to pay the compensation, ഈ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ഞങ്ങൾ തരാം എന്ന് പറയുന്ന ആ ഒരു കമ്പനി, ആ കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണെന്ന് കിട്ടിയോ? അവിടെ കിട്ടിയോ? മനസ്സിലായോ? ഇല്ലെങ്കിലും ഒന്നുകൂടി പറയും. നോക്കാണ്ടാവുമ്പോൾ അണ്ടർലൈൻ ചെയ്യേണ്ടതും ആണ്. അതുപോലെ തന്നെ ചെറിയൊരു കാര്യം ഉണ്ടോ നോക്കട്ടെ. ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. ഒക്കേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട. ഒക്കർ എന്ന് പറയുന്നത് വരെ മതി, അതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടാം. ഈസ് നോട്ട് ആസ് എന്നുള്ളത് അങ്ങോട്ട് വെട്ടിയേക്ക്, ഈസ് നോട്ട് ആസ് എന്നുള്ളത് വെട്ടുക. നിങ്ങളുടെ അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, എന്റെ ഇവിടെ കിടക്കുന്ന ബുക്കില് അങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദ ഇൻഷുറർ ഈസ് ദ കമ്പനി. ഇൻഷുറർ കഴിഞ്ഞ് പിന്നെ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല അവിടെ. ദ ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് സമ്മതിക്കുന്ന, എഗ്രി ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. അതാണ് സെന്റൻസിൽ ഒരു മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടി പറയാം. The insured is the person or business that gets compensated if the loss occurs. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. കറക്റ്റ് ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈസ് നോട്ട് ആസ് സ്ട്രൈക്ക് ചെയ്തേക്ക്, അത് വേണ്ട, അതിന്റെ സാധനം വേണ്ട. അത് അതിന്റെ കൂടെ ചേർന്ന് പോയിട്ട് സെന്റൻസ് നമ്മൾ വായിച്ചു ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള സെന്റൻസ് ആയിപ്പോയി. ഓക്കെ, ഈസ് നോട്ട് ആസ് അവർ വെട്ടിക്കളഞ്ഞിട്ട് അടുത്തത് എന്ത് ചെയ്യാ, ദ ഇൻഷുറർ എന്ന് പറയുന്നത് ദ എന്നുള്ളതിന്റെ വീണ്ടും ഇൻഷുറൻസ് കമ്പനി അത് തന്നെ. ദ ഇൻഷുറർ ഈസ് ദ കമ്പനി. ദ ഇൻഷുറർ ഈസ്, അത് നെക്സ്റ്റ് സെന്റൻസ് ആണ് തുടങ്ങണേ. ഈസ് നോട്ട് ആസ് കൊണ്ട് വെട്ടിയിട്ട് അടുത്ത പുതിയ സെന്റൻസ് തുടങ്ങുന്നതാണ്. ദ ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് എഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ക്ലിയർ ആയോ? തിരുത്താൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അപ്പൊ നമ്മള് 3 ടേമാണ് ഇപ്പൊ പഠിച്ചത്. ഏതൊക്കെയാ? ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണെന്ന് പഠിച്ചു. അതായത് മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഡിസീസസ് ഓർ ആക്സിഡന്റ്സ്. നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളും അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്ത് കിട്ടുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് 2 പാർട്ടീസ് എന്ന് പറഞ്ഞു. ഒന്ന് ഇൻഷുർഡും മറ്റൊന്ന് ഇൻഷുററും. ഇൻഷുർഡ് എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് എനി ലോസ് ഓക്കർ. എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമ്പോൾ അതിന് നഷ്ടപരിഹാരം കിട്ടുന്ന വ്യക്തി ഇൻഷുർഡ്. The company who agrees to pay the compensation. ഏത് കമ്പനിയാണോ ആ കോമ്പൻസേഷൻ തരാമെന്ന് എഗ്രി ചെയ്യുന്നത് അവരെ നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കും. ഓക്കെ, 3 ദിവസം നമ്മൾ പഠിച്ചു. അടുത്ത ടേമാണ് 4ാമത്തെ ടേമാണ്. വീണ്ടും ഓൾറെഡി കറക്ഷൻ ഉണ്ട്. The money that is paid by the insured to the insurer. അതായത് ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ ആരും കാശും തരില്ല. നമ്മളൊരു നിശ്ചിത തുക എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിക്ക് അടയ്ക്കുന്നുണ്ട് അല്ലെ? LIC എടുക്കുന്നവരുണ്ട്. എല്ലാവരും തന്നെ മിക്കവാറും തന്നെ ഒരു LIC എങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ലേ ഒരു വീട്ടില്? ഓക്കെ, അപ്പൊ ലൈഫ് ഇൻഷുറൻസ് അതിനകത്ത് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നിശ്ചിത ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി മന്ത്ലി ആകാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആകാം, ഹാഫ് ഇയർലി ആകാം, ഇയർലി ആകാം. പല രീതിയിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട്. ലൈഫ് ഇൻഷുറൻസിൽ തന്നെ മാസം അടയ്ക്കുന്നത്, അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത്, ഹാഫ് ഇയർലി 6 മാസത്തില്, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം അടച്ചാൽ മതി, അല്ലെങ്കിൽ ഇയർലി ആനുവൽ ആയിട്ട് 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം അടയ്ക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറർക്ക് അതായത് കമ്പനിയിലേക്ക് അടയ്ക്കുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പ്രീമിയം. അതിന് വിളിക്കുന്ന പേര് പ്രീമിയം എന്നാണ്. പ്രീമിയം അവിടെ ഇല്ല. The money that is paid by the insured to the insurer is called premium. എന്ന് തിരിച്ചറിയാമോ? Is called premium. Is called premium. ഇല്ല അവിടെ, വേർഡ് പോയി അവിടുന്ന്. എന്റെ ഇവിടുത്തെ നോട്ടിൽ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറയുന്നതാണ് നിങ്ങളോട്.
അപ്പൊ നമ്മൾ 4 ടേം പഠിച്ചുകൂട്ടാ. ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേമുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ചോദ്യം ചോദിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രീമിയോ പറയാം. The money that is paid by the ഇൻഷുറർക്ക് കൊടുക്കുന്ന മണി ഈസ് കോൾഡ് പ്രീമിയം. ഈസ് കോൾഡ് പ്രീമിയം എന്ന് അതിന്റെ തുമ്പത്തൊന്നും ചേർത്താൽ മതി. അത് അവിടെ നിന്ന് വിട്ടുപോയി. എനിക്കറിയില്ല അതെങ്ങനെ പോയത്. വീഡിയോ ഓക്കെ. യെസ്. അടുത്ത ടേം എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന മറ്റൊരു ടേമാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുക്കുമ്പോൾ there is an agreement between the insured and the insurer. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഏതെങ്കിലും പോളിസി എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കരാറിലാണ് ഏർപ്പെടുന്നത്. ആരൊക്കെ തമ്മിലുള്ള കരാറാണ്? ഇൻഷുർഡും ഇൻഷുറൻസ്. ഞാൻ എന്ന് പറയുന്ന ഇൻഷുർഡ്, നമ്മൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തേക്കണേ അവര് ഇൻഷുററും തമ്മിലുള്ള ഒരു കരാറുണ്ട്. എന്താണ് ആ കരാറിനകത്ത് പറയുന്നിരിക്കുന്നത്? To provide specific health insurance cover at a particular premium. ഒരു നിശ്ചിത പ്രീമിയത്തിന്, ഞാൻ ഈ അടയ്ക്കുന്ന നിശ്ചിത പ്രീമിയത്തിന് നമുക്കുണ്ടാകുന്ന നഷ്ടത്തില് ഒരു കവറേജ് തരാം. നിങ്ങളുടെ ആ നഷ്ടം പരിഹരിക്കാനുള്ള ഒരു തുക ഞങ്ങൾ തരാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? ഇറ്റ്സ് an agreement between an insurer and an individual group. ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുർഡ് ആണ്. എന്തിന്? in which the insurer agrees to provide specific health insurance premium. ഒരു നിശ്ചിത പ്രീമിയത്തിന് എന്ത് ചെയ്യാം? നിങ്ങൾ അടച്ചടച്ച് വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിൽ നമ്മൾ അവര് എന്ത് ചെയ്യാം? കവറേജ്, അതിന്റെ നഷ്ടത്തിന്റെ പരിഹാരം നിങ്ങൾക്ക് തരാമെന്ന് ഇൻഷുറർ ഇൻഷുർഡിനോട് സമ്മതിക്കുന്ന കരാറ്. അതിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കാം. എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഒരു ടേമും വിട്ട് അറിയാൻ പാടില്ല. അണ്ടർലൈൻ ചെയ്തോളൂട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. യെസ്. അടുത്ത ടേമാണ് ക്ലെയിം. ക്ലെയിം പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിം. സെക്കൻഡ് പാർട്ടി അവിടെ പോയെന്ന് ചോദിക്കും. സെക്കൻഡ് പാർട്ടി നമ്മളാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. ക്ലെയിം ആണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലെയിം ആണ്. ക്ലെയിം എന്താണ്? ക്ലെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിക്വസ്റ്റ്, പേഴ്സൺസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇൻഷുർഡിന്റെ റിക്വസ്റ്റ് ആണ്. എന്ത്? ദാറ്റ് യു ഹാവ് ഫേസ്ഡ് എ ലോസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കവേർഡ്. എനിക്ക് ഇങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എനിക്ക് ഞാൻ അടച്ചിരിക്കുന്ന കാശിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് അതിനുള്ള പരിഹാരം തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ നമ്മൾ വെക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇൻഷുറൻസ് എന്തിനാ വേണ്ടിയിട്ട് എടുക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു. ലൈഫ് ഇൻഷുറൻസിന് എടുക്കുമ്പോൾ അതിനകത്ത് 2 രീതിയിലാണ് അതിനെ എന്താ പറയാ, അതിന്റെ കോമ്പൻസേഷൻ നമുക്ക് കിട്ടുക, നഷ്ടപരിഹാരം 2 രീതിയിലാണ് കിട്ടുക. അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ഏത്? ആ കാലാവധി പറയുന്നത് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം. ആ ഡേറ്റ് പറയുന്നത് ആ കാലാവധി തീരുമ്പോ കിട്ടും നമുക്ക്. എന്തെങ്കിലും നമ്മൾ അടച്ച പൈസയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. വിത്ത് അതിന്റെ ഒരു ഇൻട്രസ്റ്റ്, ഒരു പെർസെന്റേജ് ഉണ്ട്. അത് ഫുൾ അറ്റം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, ആ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടില്ല. അതെല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻസ് ഒക്കെ, ടേംസ് ഒക്കെ ഫോളോ ചെയ്ത് അത് മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിന് ഇത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു. 10 വർഷം ആകാം, 5 വർഷം ആകാം, 15 വർഷം ആകാം. ഡിപെൻഡ്സ് ഓൺ ദ ഡ്യൂറേഷൻ. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? പൈസ കിട്ടും. അത് ഒരു രീതി. അതല്ലെങ്കിലോ ഡ്യൂറിംഗ് ദ ഡെത്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ആ ഒരു ആളുടെ മരണത്തിന്റെ സമയത്ത്, വിച്ചെവർ കംസ് ഏർലിയർ, ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്ത്. മെച്യൂരിറ്റി ഡേറ്റ് വരെ ചിലപ്പോ ആളുകൾക്ക് ആളുണ്ടെങ്കിൽ ആൾക്ക് മെച്യൂരിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ് കഴിയുമ്പോൾ ആൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നു. അതേസമയം ആ മെച്യൂരിറ്റി വരെ ഉണ്ടായിരുന്നില്ല ആള്, ഇടയ്ക്ക് വെച്ചിട്ട് ആൾ മരിച്ചു പോയി. അപ്പോഴും ആ എന്ത് ചെയ്യുന്നു? LICയുടെ ആ ഒരു കാലാവധി കഴിഞ്ഞു, അവിടെ ഡ്യൂറേഷൻ ക്ലോസ് ചെയ്യണം. കാരണം ആ വ്യക്തിയില്ല, ആ വ്യക്തിക്ക് അത്രയും അടച്ചിരിക്കുന്നതിന്റെ പേരില് സം അഷ്വേർഡ്. എത്രയാണ് പറഞ്ഞിരിക്കുന്ന സം? എത്ര വർഷത്തിന്റെ അല്ലെങ്കിൽ എത്ര രൂപയാണ് തരാമെന്ന് പറയുന്ന സം അഷ്വേർഡ് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലെയിം എന്ന് വിളിക്കുക. അപ്പൊ നമുക്കത് കിട്ടണം. ഏത്? നമ്മൾ അടച്ചിരിക്കുന്ന പൈസ പ്രീമിയം ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ ഒക്കെ നമ്മൾ അടയ്ക്കുന്ന ഈ പ്രീമിയം എമൗണ്ട് വെൻ അവർ ലോസ് ഓക്കേഴ്സ്, എപ്പോഴാണോ നമുക്കുണ്ടാകുന്ന നഷ്ടം, ആ നഷ്ടം നമുക്ക് പരിഹരിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇൻഷുർഡ് നടത്തുന്ന ഒരു റിക്വസ്റ്റ്,
ഒരു അപേക്ഷ. അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. അതിന് എനിക്ക് എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് കേസ് വന്നു, മെഡിക്കൽ ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് മെഡിക്ലെയിം ഉണ്ട്. ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് അല്ല, നമ്മളുടെ എന്താ പറയാ പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് അവർ ചോദിക്കും ക്ലെയിം ഉള്ളവരാണോ, അതൊക്കെ അവർ ചോദിക്കാറുണ്ട്. എന്തിനാ? അത്തരം ആളുകൾക്ക് ആ രീതിയിലാണ് അതിന്റെ ഡീലിങ്സ് ഒക്കെ ചെയ്യേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്നെ ചോദിക്കും. അപ്പൊ എനിക്കൊരു മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഞാൻ എന്തെങ്കിലും അസുഖമായിട്ട് ഒരു 5 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി. സോ എന്റെ ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ചെലവുകൾ മരുന്നിന്റെ ആകാം, എന്തെങ്കിലും തരത്തിലുള്ള സർജറിയോ പ്രൊസീജിയേഴ്സോ ഒക്കെ ഉണ്ടായി അതിന്റെ പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബില്ലുകളാകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള അങ്ങനെ ഒരു പേയ്മെന്റുകളൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും. ക്ലെയിം ഉള്ള ആൾക്ക്, അതായത് ആ ഇൻഷുറൻസ് ഉള്ള ആൾക്ക് ഇറ്റ് ഷുഡ് ബി നോൺ ടു ദ ഇൻഷുറൻസ് കമ്പനി. നമ്മളിങ്ങനെ ഇവിടെ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കാണെന്ന് എന്ത് ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് ബ്രേക്ക് ആവുന്നതാണോ? ഹലോ 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 സ്പീഡാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ഏതാണെങ്കിലും പറയണം. ഇതിലിപ്പോ പറഞ്ഞ 4 എന്താ പറയാ ടേംസ് ഞാൻ പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതുവരെ ക്ലിയർ ആയിരുന്നു. ക്ലെയിം വന്നപ്പോഴാണോ സ്പീഡ് കൂടി പോയേ? ക്ലെയിം വന്നപ്പോഴാണോ സ്പീഡ് കൂടി പോയേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞ ക്ലെയിം എന്താണെന്ന് ഞാൻ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അതായത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് വിചാരിക്കാം. നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിക്കാര്, നമ്മളിപ്പോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്കാര് എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിലായിരുന്നു അവരെ അറിയുന്നുണ്ടോ? നമ്മളവിടെ ആശുപത്രിയിൽ പോയി കിടന്നാ അറിയോ? അറിയോ? നിങ്ങൾ പറഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ. നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നു, ഞാനൊരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളാണ്, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടക്കാണ്, അവരറിയോ? അത് ഇല്ല, അവരറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ അസുഖമായിട്ട് അല്ലെങ്കിൽ ഞാൻ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സോ എന്തിനാ ഇൻഷുറൻസ് കമ്പനിക്കാരെ അറിയിക്കുന്നത്? ഓറഞ്ച് ഔട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണോ? ആണോ? അല്ല. എന്തിന്? ഹോസ്പിറ്റലില് എന്ത് ചെയ്യണം? നമ്മളുടെ പേയ്മെന്റ്, നമ്മൾക്ക് ഒരു ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പൊ ആ ഇൻഷുറൻസിന്റെ എമൗണ്ട് എനിക്ക് ഇവിടെ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അവരെ അറിയിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവരെ അപേക്ഷ അത്രേ ഉള്ളൂ ക്ലെയിം എന്ന് പറഞ്ഞാൽ. എന്താണ് ക്ലെയിം? എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ ദ പോളിസി. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ ഒരു ക്ലെയിം എനിക്ക് കവറേജ് ആയിട്ട് തരണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻഷുർഡ് ഒരു റിക്വസ്റ്റ് ഇൻഷുററിനോട് ചോദിക്കുന്നു. എന്റെ പൈസ ഇവിടുത്തെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം കേട്ടോ എന്നൊരു അപേക്ഷ. അല്ലാതെ അവരെ അറിയില്ല, ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യണം അവരെ. അപ്പോഴാണ് അവരത് അറിയുന്നതും അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടും. എന്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ, ഇയാൾക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള ആളാണ്, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവര് തമ്മിൽ ആര് ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിക്കാരും തമ്മിലൊരു കോൺടാക്റ്റിൽ വരും. കാരണം അവർ ചോദിക്കും, പല വിശേഷങ്ങളൊക്കെ ചോദിക്കും. ആളുടെ രോഗം എന്താണ്, കാരണം എന്താണ്, അപ്പൊ എങ്ങനെയുള്ള ഇഞ്ചുറിയാ അല്ലെങ്കിൽ എന്ത് അസുഖമാണ്. ചില അസുഖങ്ങൾക്ക് ഒന്നും ഇൻഷുറൻസ് ക്ലെയിം കിട്ടൂല, മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനും പൈസ ഒന്നും കിട്ടുന്നില്ല. ഏത് തരത്തിലുള്ള രോഗമാണ് എന്നൊക്കെ ഡോക്ടറോടും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് കമ്പനിക്കാർക്ക് മനസ്സിലാക്കേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? നമ്മൾക്ക് അഷ്വർ ചെയ്തിരിക്കുന്ന നമ്മളോട് ഇതാ എമൗണ്ട് ഹോസ്പിറ്റലിലേക്ക് അവർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ ഈ ഷുഡ് ബി ഇൻഫോംഡ് ടു ദ ഇൻഷുറൻസ് കമ്പനി. അത് ആരെ അറിയിക്കണം? ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ആ അറിയിക്കുന്ന ഒരു സാധനം അതാണ്, അതൊരു റിക്വസ്റ്റ് ആണ്, അപേക്ഷ. ആശുപത്രി ആയിട്ടോ, അതുകൊണ്ട് അത് തന്നെ. അതിനെ നമുക്ക് എനിക്ക് അതിന്റെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ മീറ്റ് ചെയ്യാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. ആ ഒരു ഫിനാൻഷ്യൽ ഒരു അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയാണ് നടത്തുന്ന റിക്വസ്റ്റ്. അത് മാത്രമുള്ളൂ ക്ലെയിം. ഇപ്പൊ മനസ്സിലായോ? ക്ലെയിം എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്ലെയിം 2 രീതിയിലുണ്ട്. ഫസ്റ്റ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ബിക്കോസ് അത് പറയാനുള്ള സമയമില്ല. അത് നമ്മൾ ഇവിടെ നിർത്താണ്. സോ വാട്ട് ഈസ് ക്ലെയിം? ക്ലെയിം എന്ന് പറയുന്നത് ഈ പേഴ്സൺസ് റിക്വസ്റ്റ് ആണ്. ആശുപത്രിയിൽ കിടക്കാണ്, ഞാൻ എല്ലാ കാരണം കൊണ്ട് കിടക്കാണെന്ന് പറഞ്ഞ് അവരറിയിക്കുക, എനിക്ക് ക്ലെയിം കിട്ടണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു അറിയിപ്പ്, അതൊരു അപേക്ഷ. നമ്മൾ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് ഫോമിലല്ലേ അറിയിക്കുക അവരെ. അപ്പൊ അത് തന്നെ അത് റിക്വസ്റ്റ് ചിലപ്പോൾ റിട്ടേൺ ഫോമിൽ അറിയിക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്ത് അറിയിക്കാം, എങ്ങനെയാണോ കൺവീനിയന്റ്. മെയിൽ ആയിട്ട് അയക്കാം,
കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയെ ഈ സാധനം ഒന്ന് അറിയിക്കുക, റിക്വസ്റ്റ് എടുക്കുക. സോ ദാറ്റ് ദേ ക്യാൻ കോൺടാക്ട് ദ ഹോസ്പിറ്റൽ. ആ രോഗി കിടക്കുന്ന ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അവർ തമ്മിൽ അങ്ങോട്ടും കൊണ്ടും കണക്ട് ചെയ്ത് എന്ത് ചെയ്യും, ഇയാൾക്ക് എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസുകൾ കൊടുക്കണം വേണ്ട ഇതൊക്കെ അവർ തീരുമാനിച്ചോളൂ, കമ്പനി തീരുമാനിക്കും. So, ഒന്നുകൂടി പറയാം, a person's request for payment by an insurer for a loss covered by a policy. ഒരു പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കവർ ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ഒരു റിക്വസ്റ്റ്, അതിനാണ് നമ്മൾ ക്ലെയിം എന്ന് പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ മനസ്സിലായോ ക്ലെയിം എന്താണെന്ന്? ക്ലിയർ ആണല്ലോ? സമീറ ആരൊക്കെയോ ചോദിച്ചു പോകുന്നത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കുറച്ച് വേറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തിരി സ്പീഡിൽ പറഞ്ഞെന്ന് മാത്രം. ഇനി അതിനൊരു ഉദാഹരണമൊക്കെ പോലെ പറഞ്ഞു അങ്ങോട്ട് പോയപ്പോ കുറച്ച് സ്പീഡിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ? ക്ലിയറല്ലേ ഇവിടെ വരെ? ഈ ടേംസ് 5 ടേംസ് ആണ് പറഞ്ഞേക്കുന്നത്. എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചു നോക്കുക. ഇത്ര എളുപ്പമൊക്കെയാണ് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ്. പഠിച്ചെടുക്കാൻ പറ്റുന്ന, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ദാറ്റ് ഓൾസോ വായിച്ചിട്ട് വരാം. ഓക്കെ, ബൈ, കാണാം അടുത്ത ദിവസം. താങ്ക് യു.